മക്കളെ, സൈല ലേണിംഗിലേക്ക്, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾക്ക് ഇനി എഴുതാനുള്ള വരാനിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് മലയാളം ഫസ്റ്റും സെക്കൻഡും ആണ്. രണ്ടും ഒരു ദിവസമാണ് അല്ലെ പരീക്ഷ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പാഠഭാഗങ്ങളും പഠിക്കേണ്ടതുണ്ട് അല്ലെ. രണ്ടും ഒരു ദിവസമേ നമുക്ക് അതൊക്കെ ഒന്ന് അല്ലെ വായിച്ചൊന്ന് റിവിഷൻ നടത്താനൊക്കെ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് മലയാളം ഫസ്റ്റിലും സെക്കൻഡിലും ഉണ്ട്. അപ്പൊ മലയാളം സെക്കൻഡിനെ അപേക്ഷിച്ച് കൂടുതൽ പാഠഭാഗങ്ങൾ വരുന്നത് എവിടെയാണ്? മലയാളം ഫസ്റ്റിലാണ്. അപ്പൊ മലയാളം ഫസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ടീച്ചർ ഈ വീഡിയോയിൽ മക്കൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കഥാപാത്ര നിരൂപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഷുഗറായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് ഇത്, കഥാപാത്ര സവിശേഷതകൾ. അപ്പൊ മലയാളം ഫസ്റ്റിൽ കുറേ കഥാപാത്രങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള കുറച്ച് കഥാപാത്രങ്ങളെയാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ മക്കൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ഷുഗറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഉച്ചയ്ക്ക് പഠിച്ചാൽ മതിയോ? എല്ലാവരും പഠിക്കട്ടടാ. ഓക്കെ, അപ്പോ അക്കർമാശി എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ശരൺകുമാർ ലിംബാളെ എഴുതിയിട്ടുള്ള പാഠഭാഗമാണ് അല്ലെ. ഒരു ആത്മകഥോപാഖ്യാനത്തിന്റെ രീതിയിലാണ്, സ്വന്തം കഥയാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ശരൺകുമാർ ലിംബാളെ എന്ന് പറയുന്ന അല്ലെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് അക്കർമാശി. അക്കർമാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഭ്രഷ്ടൻ എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ എങ്ങനെയാണ് ജാതി ഭ്രഷ്ടാവുന്നത്? ശരൺകുമാർ ലിംബാളയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഉയർന്ന കാസ്റ്റിലുള്ള ലിംഗായത്ത് എന്ന് പറയുന്ന സമുദായത്തിലുള്ള ആളും അമ്മ താഴ്ന്ന ജാതിയിലുള്ള ആളുമായിരുന്നു. അങ്ങനെ ആണ് അവരുടെ ഒരു കുടുംബം അല്ലെ പശ്ചാത്തലം വരുന്നത്. വളരെ ദരിദ്രപൂർണമായിട്ടുള്ള ഒരു സാമൂഹ്യ അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹം വളർന്നു വന്നത് അല്ലെ. അപ്പൊ കർണാടകയുടെയും മഹാരാഷ്ട്രീയ അതിർത്തിയിലാണ് ലിംബാളെ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരു സമൂഹത്തിന്റെ അല്ലെ ഒരു വർഗത്തിന്റെ ഒക്കെ കഥയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമുക്ക് കഥാപാത്രങ്ങൾ, രണ്ട് കഥാപാത്രങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യത്തെ കഥാപാത്രം ശരൺകുമാർ ലിംബാളയുടെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാല്യകാലം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വളരെയധികം അല്ലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അല്ലെ, അങ്ങനെ ബാല്യത്തിൻ്റെതായിട്ടുള്ള നിറപ്പകിട്ടുകളും ബാല്യകാല ഓർമ്മകളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ദാരിദ്ര്യത്തിന്റെ, കഷ്ടപ്പാടുകളുടെ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ബാല്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ലെ. പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ പഠിച്ചു മുന്നേറാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. സത്യസന്ധനായിട്ടുള്ള കഥാപാത്രമാണ്. സഹായ മനസ്കത, എല്ലാവരെയും സഹായിക്കാനും അല്ലെ മാനുഷിക മൂല്യങ്ങളും അല്ലെ പരസ്പരം ചേർത്ത് പിടിക്കേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ തിരിച്ചറിഞ്ഞ് വളർന്നു വന്നൊരു കഥാപാത്രമായിരുന്നു ശരൺകുമാറിന്റേത്. കുടുംബാംഗങ്ങളോടും സമൂഹത്തിലുള്ള ആളുകളോടൊക്കെ എല്ലാവരോടും ചരാചരങ്ങളോടൊക്കെ സ്നേഹം സൂക്ഷിച്ച ആളാണ്. ജീവിതത്തിലെ എല്ലാ മൂല്യവും കാത്തു സൂക്ഷിച്ചിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ശരൺകുമാർ ലിംബാളെ. കഥാപാത്രം മാത്രമല്ല കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്തത് കുമാർ മാമ എന്ന് പറയുന്ന കഥാപാത്രമാണ്. കുമാർ മാമ എങ്ങനെയാണ്? സഹോദരി നാഗിയുടെ ഭർത്താവാണ് അല്ലെ. മടിയനായിട്ടുള്ള, അലസനായിട്ടുള്ള, നമ്മൾ ആ പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ. ജോലിയൊക്കെ അല്ലെ അയാളുടെ മടി മൂലം, അലസത മൂലം ജോലിയൊക്കെ നഷ്ടപ്പെട്ട്, ജോലി ചെയ്യാനാണെങ്കിൽ ഇഷ്ടമല്ല അയാൾക്ക് അല്ലെ. പിന്നെ എന്താണ്? കടക്കാരനാണ്. എല്ലാവരോടും പൈസ ഇങ്ങനെ വാങ്ങുക, ജോലിക്കൊന്നും പോകാതെ ആവശ്യങ്ങൾ നിറവേറാൻ എന്ത് ചെയ്യുന്നു? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോയിട്ട് പൈസ കടവാങ്ങുന്ന ഒരു സ്വഭാവമാണ് അല്ലെ. ഉത്തരവാദിത്വം പോലെ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഒന്നുമില്ലാത്തൊരു കഥാപാത്രമാണ് കുമാർ മാമയുടെ കഥാപാത്രം. ഓക്കെ, ഇനി ആരാണ്? ശാന്ത ആത്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളാണ് ഇത്. 3 നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. വൃദ്ധയാണ്, അധ്വാനശീലയാണ്, സ്നേഹസമ്പന്നയാണ്, എന്ത് തൊഴിലും ഏത് തൊഴിലും ചെയ്യാൻ അല്ലെ അത്രയും വൃദ്ധയാണ്. അപ്പൊ ഈ കുമാർ മാമേനൊക്കെ അപേക്ഷിച്ച് അല്ലെ അയാൾക്ക് ആരോഗ്യമുണ്ട്, അയാൾക്ക് ജോലി ചെയ്യാം, പക്ഷെ അയാൾക്ക് മടിയാണ്. പക്ഷെ ഇവിടെ നമ്മളുടെ ശാന്ത ആത്യക്ക് ആരോഗ്യമൊന്നുമില്ല, വൃദ്ധയാണ്, എന്നിട്ടും എന്ത് ജോലിയും ചെയ്യാൻ അല്ലെ, അങ്ങനെ തന്റെ കുടുംബത്തെ അല്ലെ ചുറ്റുമുള്ള ആളുകളെ സഹായിക്കാൻ അങ്ങനെ ജീവിതം കെട്ടിപ്പോക്കുന്ന ഒരു കഥാപാത്രമാണ് ശാന്ത ആത്യയുടെ. ഏത് തൊഴിലും ചെയ്യാനുള്ള സന്നദ്ധതയാണ്. ശരൺകുമാർ ലിംബാളയുടെ സഹോദരി മാഗിയുടെ ഭർത്താവിന്റെ അമ്മയാണ് ആര്? ശാന്ത ആത്യ എന്ന് പറയുന്ന കഥാപാത്രം. ക്ലിയർ ആയോ? ഈ 3 കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാവണേ. നമുക്ക് അടുത്ത ചാപ്റ്ററിലുള്ള കഥാപാത്രങ്ങളാണ്. ഏത് പാഠഭാഗമാണ്? ആത്മാവിന്റെ വെളിപാടുകൾ എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗമാണ് അല്ലെ. ആത്മാവിന്റെ വെളിപാടുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയം എന്തായിരുന്നു? ആത്മസംഘർഷത്തിൽ അല്ലെ, ഭയങ്കരമായിട്ട് ഡിപ്രഷനില് അല്ലെ, സങ്കടങ്ങൾക്കിടയിൽ ഭാര്യ മരിച്ചുപോയ വിഷമം അല്ലെ, നോവലാണെങ്കിൽ എഴുതി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിന്റെ അല്ലെ പ്രാരാബ്ധങ്ങള്, കടം, കെണി, അങ്ങനെ ഒരുപാട് അസുഖങ്ങള്, ഇതിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ മനസ്സ് തകർന്ന് അടിഞ്ഞു പോയിരിക്കുന്ന
അല്ലെ ദസ്തയേവ്സ്കി എന്ന് പറയുന്ന അല്ലെ ലോക സാഹിത്യകാരനെ നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ കണ്ടു അല്ലെ. ആ വിശ്വവിഖ്യാത നോവലിസ്റ്റിന്റെ ജീവിതത്തിലേക്ക് അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, പ്രതീക്ഷകൾ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നതാണ് നമ്മൾ നോവലിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ആ പെൺകുട്ടി കടന്നു വരുന്നതാണ് അല്ലെ നമ്മളുടെ പാഠഭാഗത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും ആരൊക്കെയായിരിക്കും, ദസ്തയേവ്സ്കിയും അതേപോലെ അന്നയുമാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ദസ്തയേവ്സ്കിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറെയൊക്കെ നമുക്കറിയാം, കാരണം ലോകം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അത് തന്നെ നമുക്ക് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. എന്താണ്, വിശ്വവിഖ്യാതനായ നോവലിസ്റ്റ് ആണ് ആര്, ദസ്തയേവ്സ്കി. ഹൃദയത്തിന്റെ മേലെ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പതിഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ്. കാരണം അത്ര ദൈവികമായ അത്ര മനോഹരമായിട്ടുള്ള എഴുത്തുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള എഴുത്തുകളാണ്. ദുരന്തങ്ങളുടെ ഇരയാണ്, ചൂത് കളിക്കാരനാണ്, കൊടിയ അപസ്മാര രോഗി, ചുഴലി രോഗം ബാധിച്ചിരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പൊ അതേപോലെ എന്താണ്, ചൂത് കളിക്കാരൻ. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ചൂതുകളിയിൽ അടിമപ്പെട്ടു പോവാണ്. ഒടുവിൽ അവസാനത്തെ നോവൽ എഴുതുന്ന പോലും എന്തിനാണെടാ, കടം തീർക്കാനാണ്, ചൂത് കളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. മദ്യപാന ദൈവത്തെയും വിധിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലെ. ദുരന്തങ്ങളും സ്വന്തം പീഡനങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കാൻ അല്ലെ, ആ വസ്തുക്കളെയും എന്ത് ചെയ്യാണ്, സ്വീകരിക്കുകയാണ് അല്ലെ. അദ്ദേഹം സ്നേഹിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. ഒരു ആ ഒരു അർത്ഥത്തിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കൂടെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി വേദനകളൊക്കെ ഏറ്റുവാങ്ങുന്ന, എല്ലാവർക്കും തണലാവാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് ദസ്തയേവ്സ്കിയുടേത്. എഴുത്തിലൂടെ നന്മയുടെ ലോകത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനോബലം അല്ലെ, ഒരു ധൈര്യമൊക്കെ എന്താണ് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ചിലപ്പോ എന്താണ്, ദസ്തയേവ്സ്കിയുടെ കഥാപാത്ര നിരൂപണമായിരിക്കാം നമ്മളോട് 6 മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അടുത്തത് അന്ന എന്ന് പറയുന്ന കഥാപാത്രമാണ്. ദസ്തയേവ്സ്കിയുടെ ആരാധകനായിരുന്ന ഒരാളുടെ മകളായിട്ടാണ് അല്ലെ അന്നയെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അന്ന എന്ത് ചെയ്യാണ്, ജോലിക്ക് വേണ്ടിയിട്ട് കേട്ടോ, ചൂതാട്ടക്കാരൻ എന്ന നോവല് പകർത്തി എഴുതാൻ വേണ്ടിയിട്ട്, ആ നോവൽ പകർത്തി എഴുതാൻ സ്റ്റെനോഗ്രാഫർ ആയിട്ടാണ് ആര് വരുന്നത്, അന്ന വരുന്നത്. ആത്മസംഘർഷത്തിൽ പെട്ടുഴലുന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷയുമായിട്ട് അല്ലെ. അപ്പൊ അയാള് ആ സമയത്ത് ദസ്തയേവ്സ്കി എന്താണ്, ജീവിതത്തിൽ അങ്ങേയറ്റം നിരാശയില് പ്രശ്നങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്താണ് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമായിട്ട് അന്ന കടന്നു വരുന്നത്. അവിടെ മുതലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാവുന്നത് കേട്ടോ. ആരും സ്നേഹിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ ദസ്തയേവ്സ്കി എന്ത് ചെയ്തു, ദസ്തയേവ്സ്കിക്ക് ആശ്വാസവും സമാധാനവും കരുത്തും ഒക്കെ ആയിട്ട് ആര് മാറുകയാണ്, അന്ന മാറുകയാണ്. ദസ്തയേവ്സ്കിയുടെ മനസ്സിനെയും ജീവിതത്തെയും അവൾ നന്നായി മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പെരുമാറുന്നു. അങ്ങനെ ദസ്തയേവ്സ്കിയുടെ സൃഷ്ടികൾ വായിക്കാൻ കാത്തിരുന്ന ഒരു വലിയ സഹൃദയ ലോകമുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ആ ക്രിയേറ്റിവിറ്റിയെ, സർഗാത്മകതയെ എന്ത് ചെയ്യുന്നു, നിരന്തരം അല്ലെ അദ്ദേഹത്തിന്റെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും എഴുതാനുള്ള പ്രേരണ കൂട്ടാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്, അന്ന എന്ന് പറയുന്ന പെൺകുട്ടി സഹായിക്കുന്നുണ്ട്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ പഠിക്കുക. ഇനി ഒരു പാഠഭാഗം കൂടെ നമുക്കുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ അല്ലെ, 2-3 കഥാപാത്രത്തെ ടീച്ചർ പറഞ്ഞുതരാം. രണ്ടെണ്ണം എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യുദ്ധത്തിന്റെ പരിണാമം അല്ലെ, മഹാഭാരത കഥയെ അല്ലെ വിമർശനാത്മകത പരമായിട്ട് നിരൂപണം ചെയ്തിരിക്കുന്ന ആളാണ് കുട്ടിക്കൃഷ്ണമാരാര്. അപ്പൊ കുട്ടിക്കൃഷ്ണമാരാര് എഴുതിയിട്ടുള്ള ലേഖനത്തിന്റെ ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് മഹാഭാരതത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ലെ വില്ലന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പ്രതിനായിക കഥാപാത്രങ്ങളെയൊക്കെ നായിക പക്ഷത്തു നിന്ന് അല്ലെ അവരുടെ ശരിതെറ്റുകളെയൊക്കെ കുറിച്ച് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും അല്ലെ, എല്ലാത്തിനെയും അല്ലെ നല്ലതിനെയും ചീത്തനെയും ഒക്കെ വിമർശിക്കുകയോ സത്യസന്ധമായ രീതിയിൽ മഹാഭാരതത്തെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് യുദ്ധത്തിന്റെ പരിണാമം. മാരാവർ എന്ന് പറയുന്നത് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെ ഭാഷാ ശാസ്ത്രജ്ഞനാണ്, സാഹിത്യ നിരൂപകരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാരാണ്, ദുര്യോധനാണ് അല്ലെ. ക്ഷത്രിയ ധർമ്മമൊക്കെ പാലിച്ചിട്ടുള്ള ആളാണ് അല്ലെ ആര്, ദുര്യോധൻ അല്ലെ. അവസാനം അദ്ദേഹം മരണത്തോട് അല്ലെ തുടച്ചതഞ്ഞ് മേലാസകലം വേദനയുമായിട്ട് തല ചിന്നുമാ അല്ലെ ഇങ്ങനെ അല്ലെ തലയിട്ടടിക്കുന്ന ഒരു സീനാണ് നമ്മൾ ആദ്യം പാഠപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും അല്ലെ നമ്മളുടെ ദ്രൗണിയെ രാജാവ് അല്ലെ സേനാധിപതിയാക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ആ മരണാ അവസ്ഥയിൽ പോലും ചെയ്തിട്ടുള്ള ഒരു രാജാവാണ്. അപ്പൊ ക്ഷത്രിയ ധർമ്മം അങ്ങ് നിങ്ങോളം അല്ലെ ഉടനീളം പാലിച്ചു വന്ന ഒരാളായിരുന്നു ആര്,
ദുര്യോധനൻ അല്ലെ. അതേപോലെ എന്താണ് സ്വപ്രത്യയ സ്ഥൈര്യം എന്നുള്ള ഒരു വാക്കുകൊണ്ട് ആരാർ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അതായത് എല്ലാ കാലത്തും എന്ത് ചെയ്തിരുന്നു, ഒരേപോലെ തന്റെ തീരുമാനത്തിൽ ഒരേപോലെ ഉറച്ചു നിന്നിരുന്ന ഒരാളായിരുന്നു ആര്, ദുര്യോധനൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരം സവിശേഷതകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാഠഭാഗത്തില് മാരാർ അദ്ദേഹത്തെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് അല്ലെ. കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയൊക്കെ അത്രയും സ്നേഹത്തിൽ ചേർത്ത് നിർത്തിയിട്ട് സ്വന്തം കുടുംബക്കാര് പോലും മൈൻഡ് ചെയ്യാത്തപ്പോ അമ്മ പോലും ഉപേക്ഷിച്ച കർണനെ എന്താണ് ചേർത്ത് നിർത്തിയിട്ടുള്ള ആളാണ് ആര്, ദുര്യോധനൻ. പിതൃ സഹോദര സ്നേഹമുള്ളവനാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം, ഈ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അച്ഛനെയോ അമ്മയോ സഹോദരൻ അല്ലെ ഒക്കെ മക്കളെ കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ദുശ്ശളയെ കുറിച്ചാണ്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ ആഴം എത്രത്തോളം വലിയ അല്ലെ സഹോദര സ്നേഹമൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ആഭിജാത്യവും ഹൃദയോന്നതിയുമുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ വിധിയിൽ അത്രയും വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുള്ള ഒരു കഥാപാത്രം കൂടെയാണ് ദുര്യോധനന്റെ കഥാപാത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഉറപ്പായിട്ടും അല്ലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ദുര്യോധനന്റെ ചോദ്യം എന്ന് പറയുന്നത്. ദുര്യോധനന്റെ കഥാപാത്ര നിരൂപണം അതേപോലെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ദ്രൗണി. ദ്രോണാചാര്യരുടെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് ദ്രൗണി എന്ന് പേര് വിളിക്കുന്നത്. അശ്വത്ഥാമാവ് എന്നുള്ള മറ്റൊരു പേരും കൂടെ അല്ലെ, മാവ് എന്ന് പറയുന്ന ഒരു പേര് കൂടെ അദ്ദേഹത്തിനുണ്ട്. ചിരഞ്ജീവികളിൽ അല്ലെ മരണമില്ലാത്തവരിൽ ഒരാളാണ്. കൃഷ്ണന്റെ ശാപമുണ്ട്. പകയുടെ പ്രതീകമായിട്ട് നമ്മൾ എല്ലാ കാലവും അല്ലെ ചിരഞ്ജീവിത്വം കൽപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദ്രൗണിയുടെ കഥാപാത്രം. ക്രൂരതയുടെ മൂർത്ത രൂപമാണ് അല്ലെ. ആ ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലരെ ആടി മൂടി അല്ലെ കൊന്നു ഞെക്കിയും വാളുകൊണ്ടും കൊന്നു അല്ലെ അങ്ങേയറ്റം പകയുള്ള അല്ലെ അവസാനത്തെ പാഞ്ചാലരിലേക്ക് പോലും എന്ത് ചെയ്യണം, പകയുടെ തീനാളം അല്ലെ ഗർഭസ്ഥ ശിശുവിലേക്ക് പോലും എന്താണ് അദ്ദേഹം ആ പക കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു അല്ലെ. പിതാവിനെ കൊന്നതിൽ പ്രതികാരദാഹിയാണ്. അതിൽ ദൃഷ്ടദ്യുമ്നനെ എങ്ങനെ ഞെക്കി കൊന്നു എന്നാണ്. വാള് കൊണ്ട് കൊല്ലാൻ പറഞ്ഞപ്പോ ഇല്ല, നീ ഗുരുവിനെ കൊന്ന ആളുകൾക്ക് എന്താണ് സ്വർഗം വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞെക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊന്നു കളഞ്ഞിട്ടുള്ളത് അല്ലെ. എതിരാളിയുടെ വംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന പകയുള്ള ഒരാളായിട്ട് നമ്മൾ കണ്ടു അല്ലെ. സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം ചെയ്യുന്ന ഒരാളായിരുന്നു. സൗഹൃദത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു ആരുടെ കഥാപാത്രം, നമ്മുടെ ദ്രൗണിയുടെ കഥാപാത്രം. വ്യാസനോട് ആദരവ് അല്ലെ, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല പ്രതികാരത്തിന് മുതിരുന്നത്, അതിനപ്പുറത്തേക്ക് എന്തുകൂടെ നമുക്കതിൽ കാണാൻ പറ്റുന്നു, സൗഹൃദ് അല്ലെ രാജാവായിരിക്കുന്ന അല്ലെ അത്രയും സ്നേഹിക്കുന്ന ദുര്യോധനനോടുള്ള എന്താണ് ദ്രൗണിയുടെ ആ സൗഹൃദവും സ്നേഹവും ഒക്കെ നമുക്ക് കാണാല്ലേ. അതുകൊണ്ട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്രൂരതകൾക്കൊക്കെ വേണ്ടി ദ്രൗണി മുന്നിട്ടിറങ്ങുന്നത്. അതേപോലെ വ്യാസനോട് ആദരവ് കൂടെയുള്ള കഥാപാത്രമാണ് ആരുടെ കഥാപാത്രം, ദ്രൗണിയുടെ കഥാപാത്രം. ദ്രോണാചാര്യരുടെ മകനാണ്. അപ്പൊ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് പഠിക്കണ്ടേടാ. 2 എക്സാം 2 മലയാളവും ഒരു ദിവസം ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പാഠഭാഗങ്ങളൊക്കെ പഠിക്കണം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലെ. ഇത്രയും കാലം ഉണ്ടായതുപോലെ സൈലം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉഷാറായി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈവുകൾ, മെഗാ മാരത്തോൺ ലൈവുകളുമായിട്ട് ടീച്ചറും ഉണ്ടാവും, അതേപോലെ തന്നെ പ്രീതി മാമും ഉണ്ടാവും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, മക്കൾ ലൈവുകളൊക്കെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് മലയാളത്തിന്റെ ഫുൾ മാർക്കും എന്ത് ചെയ്യണം, നമുക്ക് നേടിയെടുക്കണം. 2 A+ ആണ് അല്ലെ. ആ 2 A+ നമുക്ക് ഉറപ്പിക്കണ്ടേ. അപ്പൊ കൂടെ ഉണ്ടാവുക, നമുക്ക് അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്.